ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ ആർടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ആറ്റിങ്ങൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ആറ്റിങ്ങലിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കുക, തിരക്കേറിയ രാവിലെയും വൈകുന്നേരങ്ങളിലും സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കുക, ട്രിപ്പ് മുടക്കി അനധികൃത പാർക്കിംഗ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് മേൽ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആർടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം വി.എ. വിനീഷ് ഉദ്ഘാടനം ചെയ്തു. ആറ്റിങ്ങൽ പട്ടണത്തിലെ സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന മത്സര ഓട്ടത്തിന്റെ ഭാഗമായി ഇന്നലെ 3 വിദ്യാർത്ഥികൾക്ക് ബസ് തട്ടി അപകടം സംഭവിച്ചു. ആ അപകടം സംഭവിച്ച വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. ആ അപകടം പറ്റിയ കുട്ടിയെ ഒന്നും നോക്കാതെ, ഒന്ന് ആശുപത്രിയിൽ പോലും എത്തിക്കാതെ പ്രൈവറ്റ് ബസ് ഡ്രൈവറും കണ്ടക്ടറും പോയിരിക്കുകയാണ്. ഇതൊരു സ്ഥിരം സംഭവമായി ആറ്റിങ്ങലിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബസ്സുകളുടെ മത്സര ഓട്ടം കാരണം നിരവധിയായിട്ടുള്ള അപകടങ്ങൾ മുമ്പ് നമ്മുടെ പട്ടണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് RTOയുമായി ചർച്ച നടത്തുകയും ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയും അതിനുവേണ്ടിയുള്ള മാർഗനിർദ്ദേശം RTOയുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് ഡിവൈഎഫ്ഐ സമരത്തിൻ്റെ ഭാഗമായി ആവശ്യപ്പെട്ടു. വരുന്ന നാളുകളിൽ ഇത്തരം സംഭവം തുടർന്നാൽ ശക്തമായ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇനി വരുന്ന സമയങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ മുന്നോട്ട് വച്ചിട്ടുള്ളത് ഈ നഗരത്തിൽ വളരെ തിരക്കേറിയ സമയത്ത് സ്കൂൾ വിടുന്നതും സ്കൂൾ ഓപ്പൺ ആവുന്ന 2 സമയങ്ങളിൽ RTO കൃത്യമായി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ പരിശോധന നടത്തണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ട്രിപ്പ് മുടക്കി റോഡിൻ്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നതും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ പട്ടണത്തിൽ സുഗമമായ യാത്രക്കാർക്കും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും സുഗമമായി സഞ്ചരിക്കാനും അതിനുവേണ്ടിയുള്ള ഒരു സമരമാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത് അടിയന്തരമായി പരിഹരിച്ചില്ല എങ്കിൽ വലിയ സമരങ്ങൾ ആറ്റിങ്ങൽ പട്ടണത്തിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ നടത്തും എന്നുള്ളതാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വിഷ്ണു ചന്ദ്രൻ, ബ്ലോക്ക് സെക്രട്ടറി സുഖീൽ, ബ്ലോക്ക് പ്രസിഡന്റ് നന്ദുരാജ്, മേഖലാ സെക്രട്ടറി സുനിൽ, നഗരസഭാ കൗൺസിലർ നിതിൻ തുടങ്ങിയവർ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റേബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.